നിങ്ങൾക്ക് ആരെങ്കിലും പൈസ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ എങ്കിൽ ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതെ കുറേ നാളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പൈസ നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തിരിച്ച് കിട്ടും. വാട്ടർ സൈനാണ് വന്നിരിക്കുന്നത്. അപ്പം ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ചിലപ്പം ഒരു വർഷത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പണം, നിങ്ങൾക്ക് തിരിച്ച് കിട്ടേണ്ടതായിട്ടുള്ള പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതിന് ഓക്കെ, അതിന് നിങ്ങൾ പ്രാർത്ഥന, യൂണിവേഴ്സിനോട് പ്രാർത്ഥനയൊക്കെ ചെയ്യുക. ഓക്കെ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥന ചെയ്യുക. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു ചെടി നടുക, ആ ചെടിയെ യൂണിവേഴ്സായി സങ്കല്പിക്കുക. വെള്ളം രാവിലെയും വൈകിട്ടും സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് കുറച്ച് നേരം നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പൈസ തിരിച്ച് കിട്ടിയതായിട്ട് സങ്കല്പിച്ച് അവർക്ക് നന്ദി പറഞ്ഞ്, പൈസ തരുന്ന വ്യക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് നേരം ആ വെള്ളത്തിൻ്റെ മധ്യത്തോട്ട് നോക്കി നിൽക്കുക. അപ്പം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു എനർജി, ഒരു വൈബ്രേഷൻ എനർജി അതിലേക്ക് പോവുകയും നിങ്ങൾക്ക് ആ പണം കിട്ടിയതായിട്ട് സങ്കല്പിച്ച് സന്തോഷത്തോടു കൂടി ആ വെള്ളം ചെടിയിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കുന്ന സമയത്ത് അവർ പൈസ തന്നതിന് നന്ദി പറഞ്ഞ്, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് വേണം ഒഴിക്കാൻ. രണ്ട് നേരവും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് സൈഡിലാകണം നിങ്ങൾക്ക് ആ ചെടി നടാവുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും കേസ് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് കേസിൽ ഇതുവരെയും നിങ്ങൾക്കതിനൊരു നീതി ലഭിക്കാതെ നടക്കുന്നതിന് നിങ്ങൾക്ക് നീതി ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, നീതി ലഭിക്കുമോ? എൻ്റെ വ്യൂവേഴ്സിന് ഒരു കേസുമായിട്ട് വർഷങ്ങളായിട്ട് അതിൻ്റെ പിറകെ നടക്കുകയാണ്, യാതൊരു നീതിയും ലഭിക്കുന്നില്ല, അതിൻ്റെ പിറകെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവർക്ക് നീതി ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് ഒരു നീതിക്കുള്ള ഒരു കാർഡ് തന്നെയാണ് ഇത്. പോസിറ്റീവ് കാർഡാണ്. എസ് ആണ് ആൻസർ. ഫയർ സൈനാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസമാണ് നിങ്ങൾക്ക് കൂടുതലും പോസിറ്റീവായിരിക്കുന്ന സമയം. മാർച്ച്, ഏപ്രിൽ, മെയ് നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതെന്ന് നോക്കുക. നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ റെമഡി നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ഇതേ റെമഡി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും ചന്ദനത്തിൻ്റെയോ മറ്റോ ഒരു ചെറിയ എനർജി, ഒരു ചെറിയ തുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഗോൾഡുമായി ബന്ധപ്പെട്ട് ഗോൾഡ് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് നഷ്ടപ്പെട്ടു, അത് തിരികെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിന് ആ നഷ്ടപ്പെട്ട ഗോൾഡ് അവരിലേക്ക് തിരിച്ച് കിട്ടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരിലേക്ക് ആ ഗോൾഡ് അവരിൽ തിരിച്ച് കിട്ടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ആ ഗോൾഡിൻ്റെ കാര്യത്തിൽ എസ് ആണ് വന്നിരിക്കുന്നതെങ്കിലും കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം ഇത് ഒരു മേജർ ആർക്കാന കാർഡാണ്, ഇതിന് കുറേ സമയമെടുക്കും. മാത്രവുമല്ല ഇത് 2 നമ്പർ കാർഡാണ്. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ലഭിക്കാൻ പ്രാർത്ഥിക്കുക. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾക്കത് ലഭിക്കും. ഓക്കെ, യെസ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. പക്ഷേ ഒരുപാട് താമസമെടുക്കും നിങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളും റെമഡി കണ്ടിന്യൂ ചെയ്യുക. ഫാമിലിയിൽ ചില തർക്കങ്ങളാൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം കുട്ടികൾക്കുള്ള പ്രോപ്പർട്ടിക്കാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടാനുള്ളത്, കാരണം ഫാമിലി ഹസ്ബൻഡാണെങ്കിലും ശരി വിട്ടിട്ട് പോയിട്ട്
കുട്ടികൾക്ക് കിട്ടാനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളുടെ സ്വർണമോ മറ്റോ തിരിച്ച് ലഭിക്കാനുണ്ടെങ്കിൽ അത് കിട്ടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കാണുന്ന വ്യൂസിന് അവർക്ക് അവരുടെ പ്രോപ്പർട്ടി തിരിച്ച് ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. യെസ്, കിട്ടുന്നതായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതും മേജർ ആർക്കാന കാർഡാണ്. കുറച്ച് ടൈം ലഭിക്കും, ടൈം എടുക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിരുന്നാലും നിങ്ങൾക്ക് യെസ് എന്നാണ് ആൻസർ. നിങ്ങൾക്ക് അർഹതപ്പെട്ട പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് തന്നെ വന്നെത്തുക തന്നെ ചെയ്യും. ഓക്കെ, ഇവിടെ എല്ലാ സോഡിയ സൈനും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡിവൈൻ്റെ ഹെൽപ്പും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്. ചില റിലേഷനിൽ നിന്ന് മൂവ് ഓൺ കഴിയാതെ നിൽക്കുന്ന വ്യക്തികൾ, എന്തുകൊണ്ടാണ് അവർക്ക് മൂവ് ഓൺ കഴിയാതെ നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർക്ക് എന്തുകൊണ്ടാണ് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത്? അവരെത്ര ശ്രമിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല. നിങ്ങൾ സ്വയം സെൽഫ് ലവ് ചെയ്യുക, സ്ട്രെങ്ത് കൊണ്ടുവരിക, യൂണിവേഴ്സുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുക. ഓക്കെ, നിങ്ങളുടെ അവനവനെ തന്നെ ഉയർത്തിക്കൊണ്ട് വരിക, അവനവനെ തന്നെ ബലപ്പെടുത്തുക. നിങ്ങൾ തളർന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സ്ട്രെങ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും നിസ്സാരമായിട്ട് കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഒരു സ്ത്രീ ആയിട്ടുള്ളിരിക്കുന്ന ഒരു ചെറിയ പ്രായത്തിലൊരു വ്യക്തിയാണ് ആ ഒരു കാട്ടിലെ രാജാവായ സിംഹത്തെ മെരുക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് ഒരു വ്യക്തിക്ക് വേണം. നിങ്ങളുടെ മനസ്സാകുന്ന സിംഹത്തെ ഒരിക്കലും ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കാത്ത നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങളിൽ തന്നെ വേണം. അത് ഡിവൈൻ പവറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്തും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ നിന്നും ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി റിമൂവ് ആയി പോകുമോ? അധികകാലമായി തേർഡ് പാർട്ടിയുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ആ തേർഡ് പാർട്ടി റിമൂവ് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുമോ? നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണെ തിരിച്ച് കിട്ടുമോ? തേർഡ് പാർട്ടി റിമൂവ് ആകുമോ? പ്ലീസ് ഗൈഡ് മീ. തിരിച്ച് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, എസ് ആണ് കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇത്രയും ടെൻസ്ഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇട്ട് നിങ്ങൾ പ്രാർത്ഥനയും കണ്ണുനീരുമായിട്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വിജയം വന്നിരിക്കും. ഇത്രയും നാൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ നേരെ നോക്കി കളിയാക്കിയിരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിൽ അവരും സന്തോഷിക്കുന്നതിന് ഇടയാകും. അവരും ആ വിജയത്തിൽ പങ്കാളിയാകുവാൻ ഇടയാകും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു തന്നെ വരും. നിങ്ങൾക്ക് ജയം ലഭിക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പം മാനസികമായിട്ടും പൊരുതിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം ലഭിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഈ റെമഡി ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള റെമഡി നിങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു ടൈം നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം അധികം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാര്യം സാധിക്കും. ഓക്കെ, എന്ത് കാരണത്താലാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറാതെ നിൽക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കാരണത്താലാണ് തേർഡ് പാർട്ടി എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ ആ ലൈഫിൽ നിന്നും മാറാതെ നിൽക്കുന്നത്? എന്ത് കാരണത്താലാണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാരണത്താലാണ് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാതെ നിൽക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അവരുടെ പണത്തിനും അവരുടേതായ കുറച്ച് സൗകര്യങ്ങൾക്കും കാര്യങ്ങൾക്കും, ചിലപ്പം വീടിന് വേണ്ടിയിട്ടായിരിക്കും,
അല്ലെങ്കിൽ കുറേ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടേതായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും അവർക്ക് സന്തോഷമായിട്ട് അവരുടെ മെൻ്റലി ഫിസിക്കലി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. കൂടുതലും പണത്തെ ആശ്രയിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ വിട്ട് തേർഡ് പാർട്ടി പോകാതെ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തായിരുന്നാലും സാമ്പത്തികമായിട്ടെല്ലാം അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള സാമ്പത്തികം അവരിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. ഓക്കെ, അവരുടെ ശരിയായ മുഖം എന്ന് പറയുന്നത് പിറകിൽ ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ഒരു മൃഗത്തിന് തുല്യമാണ്. ഓക്കെ, അവരുടെ യഥാർത്ഥ മുഖത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ നല്ല ഒരു രീതിയിൽ നിൽക്കുന്നത്. പക്ഷേ അത് പുറത്ത് വരുന്നതിന് അധികം താമസമില്ല, അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സണെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അവർ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പൈസ ആയാലും ശരി തന്നെ മറ്റെല്ലാം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ആ ബിസിനസ് എല്ലാം കൈകാര്യം ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ലവ് തേർഡ് പാർട്ടിയും ആകാം, അല്ലെങ്കിൽ പേരൻസ്, അങ്ങനെ എന്തെങ്കിലും ആവാം. ഓക്കെ, ലവ് തേർഡ് പാർട്ടി തന്നെ ആകണമെന്നില്ല, പേരൻസും ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കും? വീണ്ടും പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടാകുമോ? അതോ സന്തോഷമായിരിക്കുമോ? ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പേഴ്സൺ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ലൈഫ് സന്തോഷമായിരിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാകും, നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവും. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്ട്രെങ്ത് കുറവായിട്ടാണ് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോയിരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരുപാട് ഗ്രോത്ത് ആവും. ഓക്കെ, യെസ് എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ചേരും. ഓക്കെ, മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇതിൽ പല വ്യക്തികളും മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. മൂവ് ഓൺ ചെയ്തിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൽ മൂവ് ഓൺ ചെയ്തവരുണ്ട്. ആ മൂവ് ഓൺ ചെയ്തവർക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗിഫ്റ്റാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? മൂവ് ഓൺ ചെയ്തിരിക്കുന്ന വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? നിങ്ങളുടെ ഹാർട്ട് ബ്രേക്കിൽ നിന്ന്, ഇമോഷണൽ ആയിട്ടുള്ള പല പെയിനിൽ നിന്നും നിങ്ങളെ റിലീസാക്കും. ഇത്രയേറെ പെയിൻ നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്കൊരു ഗ്രോത്ത്, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രോത്ത്, നിങ്ങളെ ഒരു സ്ട്രോങ് പേഴ്സണാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും മാറിപ്പോയി, ഈ പെയിനെല്ലാം റിലീസായി നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് തീരും. ഇതിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ത്രീ ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. ത്രീ ഓഫ് സോഡിനെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു പൊസിഷനാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്ന് അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരെ പോലെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങളെല്ലാം ചോദിച്ച് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ സമയം തരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ആൾക്കാർ വന്ന് സമയം ചോദിക്കും, എനിക്ക് ഡേറ്റ് തരുമോ, എന്നോട് കുറച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാകുമോ എന്ന് വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റും. നിങ്ങളെ ചക്രവർത്തിയെ പോലെ ആക്കും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ഭിക്ഷക്കാരെ പോലെ ഒന്ന് വിളിക്കുമോ, എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുമോ, എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെയിനിലായിരുന്ന നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. എന്ത് മാറ്റമാണ്? നിങ്ങളൊരു ചക്രവർത്തിയാകുകയാണ്.
ഓക്കെ. ഈ നിങ്ങൾക്ക് എല്ലാം ഇതുവരെ നിങ്ങളെയാണ് എല്ലാം ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഭരിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാജാവാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരുടെ ലൈഫിലേക്ക് ആരാണ് ഒരു ന്യൂ ബിഗിനിങ് ഇപ്പം എന്തായാലും മൂവ് ഓൺ ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പം എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് അവരുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് അവരുടെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺ ആരാണ്? ഒരു ന്യൂ ബിഗിനിങ്ങിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺ ആരായിരിക്കും? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ആരായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് വരുന്ന പേഴ്സൺ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ചീറ്റിംഗ് തന്ന് പോയ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അത് നിങ്ങൾ സ്ട്രോങ് ആവുമ്പോഴാണ്, നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് അവർ നിങ്ങളുടെ പിറകെ വരും. എനിക്ക് കുറച്ച് സമയം തരുമോ, എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കുമോ, എന്നെ ഒന്ന് കാണാൻ വരുമോ എന്നൊക്കെ ചോദിച്ച് എവരായിരിക്കും നിങ്ങളടുത്തോട്ട് വരുന്നത്. ഓക്കെ. അതിന് കുറച്ച് ടൈം എടുക്കും. ഇതെന്തായിരുന്നാലും കുറച്ച് സമയം എടുക്കുന്നതാണ്. മേജർ അർക്കന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളെ ചതിച്ചു പോയ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് തന്ന വ്യക്തികൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പം നിങ്ങൾ ഭിക്ഷക്കാരുടെ അവസ്ഥയാണ്. ഓക്കെ. മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും സമയം തരുമോ, എനിക്ക് ആരെങ്കിലും ഒരു സമാധാനം തരുമോ, എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കുമോ, എനിക്ക് ആരെങ്കിലും ഒരു ടൈം എന്നോട് സ്പെൻഡ് ചെയ്യുമോ എന്നും പറഞ്ഞ് നിങ്ങളിപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ ഭിക്ഷ യാചിക്കുകയാണ്. ടൈമിനാണെങ്കിലും ശരി, മറ്റെന്തിനാണെങ്കിലും നിങ്ങളെ ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ എന്തിനെങ്കിലും നിങ്ങൾ ഭിക്ഷ യാചിക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഭിക്ഷക്കാരുടെ മുമ്പിൽ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ വരത്തില്ല. നിങ്ങൾ ഇതിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരികയാണ്. ഈ പെയിനെല്ലാം നിങ്ങളിൽ നിന്ന് റിലീസാക്കും. ഈ ഒരു കുത്തിത്തറഞ്ഞ് നിൽക്കുന്ന ഈ വാളുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നിങ്ങളെ ഒരു രാജാവിനെ പോലെ ആക്കും. രാജാവിനെ പോലെ ആക്കിയതിന് ശേഷം ഓക്കെ, നിങ്ങൾ ഏറ്റവും നല്ലൊരു പൊസിഷനിലോട്ട് മാറിയതിന് ശേഷം ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ മുമ്പിലോട്ട് വരുത്തും. അവസാനം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ മുമ്പിൽ വീണിട്ട് എനിക്ക് സമയം തരുമോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ പിറകെ വരുത്തും. പക്ഷെ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ടാവും. അത് ഈ തേർഡ് പാർട്ടിയുമായിട്ടായിരിക്കും. തേർഡ് പാർട്ടിയല്ല, നിങ്ങളുടെ പേഴ്സണുമായിട്ടായിരിക്കും നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത്. ഓക്കെ. സ്പെഷ്യൽ നോട്ട് ചെയ്യുക. തേർഡ് പാർട്ടി കാർഡ് ആയതുകൊണ്ടായിരുന്നു ഞാൻ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്ന വ്യക്തി ആര് എന്നുള്ളതിന് ചോദ്യം തേർഡ് പാർട്ടി അല്ല വരുന്നത്, നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് വരുന്നത്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് വരുന്നത്. കാരണം ഫുൾ ടൈം തേർഡ് പാർട്ടി റീഡിങ് എടുത്തെടുത്ത് വായിലിപ്പോൾ തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പോസിറ്റീവായി തീരട്ടെ. ജീവിതത്തിൽ എല്ലാം നല്ലത് നടക്കട്ടെ. ഓക്കെ. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു.